വിനോദ വ്യവസായ രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ച വണ്ടർല പാർക്ക് 25ാം വർഷത്തിലേക്ക്. ദക്ഷിണേന്ത്യയുടെ ആകെ വിനോദ വ്യവസായ രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ച വണ്ടർല പാർക്ക് 25ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വരാനിരിക്കുന്നത് വമ്പൻ പദ്ധതികൾ. അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്ന ആശയം പോലും പലർക്കും കേട്ടുകേൾവിയില്ലാത്ത കാലത്ത് തുടങ്ങിയ വണ്ടർല പാർക്കിന്റെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ചെന്നൈയിൽ ഈ വർഷം തുറക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അരുൺ കെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. 550 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയാണ് ചെന്നൈയിലേത്. കൊച്ചിയിൽ നടന്ന മനോരമ സമ്പാദ്യം കേരള ബിസിനസ് സമ്മിറ്റിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം. ചെന്നൈയിൽ അടുത്ത പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വളരെ വലിയ അമ്യൂസ്മെന്റ് പാർക്കാണിത്. കൊച്ചിയിലും ബംഗളൂരുവിലുമെല്ലാം ഉള്ളതുപോലെ വലിയൊരു പാർക്കായിരിക്കും. ഈ വർഷം തന്നെ തുറന്ന് പ്രവർത്തിക്കാനാണ് പദ്ധതി. 550 കോടി രൂപയുടെ നിക്ഷേപത്തിലാണ് ചെന്നൈയിലെ അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നത്, അരുൺ പറയുന്നു. ചെന്നൈയിലെ പാർക്ക് കൃത്യസമയത്ത് തന്നെ ജനങ്ങൾക്ക് തുറന്നു നൽകാൻ കഴിയുമെന്നാണ് അരുണിന്റെ പ്രതീക്ഷ. നിലവിൽ കൊച്ചി, ബംഗളൂരു, ഹൈദരാബാദ്, ഭുവനേശ്വർ എന്നിവിടങ്ങളിലാണ് വണ്ടർല പാർക്കുകളുള്ളത്. വരുന്നു കൂടുതൽ പദ്ധതികൾ. സർക്കാർ പിന്തുണയോടുകൂടി പദ്ധതികൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ സ്ഥലം വേണം, വലിയ മുതൽ മുടക്ക് വേണം എന്നതെല്ലാമാണ് ഈ വ്യവസായത്തിന്റെ പ്രത്യേകത. സർക്കാരുകൾക്ക് ഞങ്ങളുടെ ബിസിനസ് മോഡലിനോട് വലിയ താല്പര്യവുമാണ്. വണ്ടർലയുടെ ബ്രാൻഡ് വാല്യൂവും അതിന് കാരണമാണ്. മാത്രമല്ല പ്രകൃതി സൗഹൃദവും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് പദ്ധതികൾ. അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ പദ്ധതികൾ ആലോചിക്കുന്നുമുണ്ട്, അരുൺ ചിറ്റിലപ്പള്ളി പറയുന്നു. പാർക്കുകളിൽ പുതിയ റൈഡുകൾ അവതരിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് അരുൺ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് AR, VR ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയുള്ള റൈഡുകളാണ് താൽപ്പര്യം. അതുപോലെ നൂതനാത്മക റൈഡുകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്തിടെ വണ്ടർല കൊച്ചിയിൽ ചിക്കു എന്ന മാസ്കോട്ടിനെ വെച്ച് പുതിയ റൈഡ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയുള്ള റൈഡുകൾ കൂടുതൽ വരും. വണ്ടർലയിൽ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. പാർക്കിനായി ഞങ്ങളുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരികയാണ്. എല്ലാ പാർക്കും ആ സോഫ്റ്റ്വെയറിലായിരിക്കും പ്രവർത്തിക്കുക. മാർക്കറ്റിംഗിലും പുതിയ മാറ്റങ്ങൾ അവലംബിക്കും. കഴിഞ്ഞ വർഷം ക്ലിക്കായ ക്യാമ്പയിൻ ഈ വർഷം ക്ലിക്കായെന്ന് വരില്ല. പക്ഷേ ജനങ്ങൾ കൂടുതലായി പാർക്കുകളിലേക്ക് എത്തും. എപ്പോഴും ഫോൺ പിടിച്ചിരിക്കാതെ ഫാമിലിയുമായി എൻജോയ് ചെയ്യാൻ ഇതുപോലെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും സ്പേസുകളും അനിവാര്യമാണ്. ദക്ഷിണേന്ത്യയിലെ മികച്ച അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉള്ളൂ എന്ന് അരുൺ പറയുന്നു. നോർത്ത് ഇന്ത്യയിൽ കാര്യമായി വലിയ പാർക്കുകളില്ല. അവിടെയെല്ലാം വലിയ അവസരങ്ങളുമുണ്ട്. ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പദ്ധതികൾ നടപ്പാക്കാൻ ആഗ്രഹവുമുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വളരെ പോസിറ്റീവായ സമീപനമാണ് UP സർക്കാരിൽ നിന്നെല്ലാം ലഭിക്കുന്നത്. 2025 വണ്ടർലയുടെ 25ാം വാർഷികമാണ്. ഏപ്രിലിൽ ആഘോഷങ്ങൾ തുടങ്ങും. 5ാമത്തെ പാർക്ക് തുടങ്ങുന്ന വർഷം കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ഇതിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്യുന്ന ചെന്നൈയിലെ പാർക്കിൽ ഇന്ത്യയിലെ ആദ്യ ഇൻവേർട്ടർ റോളർ കോസ്റ്റർ ഉൾപ്പെടെ ഒട്ടേറെ ഇന്നവേറ്റീവ് റൈഡുകൾ ഉണ്ടാകും. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ വ്യത്യസ്ത സമീപനമാണ് ഉള്ളതെന്ന് അരുൺ ചൂണ്ടിക്കാട്ടുന്നു. പൊതുവെ സർക്കാരുകൾക്ക് കൂടുതൽ നിക്ഷേപം തങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് വരണമെന്ന നല്ല ചിന്ത ഇപ്പോഴുണ്ട്. വളരെ പോസിറ്റീവ് സമീപനവും മാറ്റവുമാണിത്. പണ്ട് ഡാഡി വീഗാലാൻഡിനെ സ്ഥലം ചോദിച്ചപ്പോൾ ഇത്തരം ഒരു സമീപനമായിരുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. സർക്കാരുകളുടെ സമീപനം മാറി എന്നതും ജനങ്ങളുടെ ചെലവിടൽ കൂടി എന്നതുമാണ് 25 വർഷത്തിനിടെ ഉണ്ടായ വലിയ മാറ്റങ്ങൾ. നടത്തിപ്പിന് ചെലവേറിയ ബിസിനസ് ആണെന്നതാണ് അമ്യൂസ്മെന്റ് പാർക്കുകളുടെ പ്രത്യേകത. ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വളരെ പ്രധാനമാണ്. വലിയ മൂലധനം വേണ്ട മേഖലയുമാണ്. അതുകൊണ്ടായിരിക്കാം പലരും ഈ രംഗത്തേക്ക് വരാൻ മടിക്കുന്നത്. ഒരു റിസോർട്ട് പ്രവർത്തിക്കുന്നത് പോലെയല്ല അമ്യൂസ്മെന്റ് പാർക്ക് നടത്തുന്നത്. പല തരത്തിലുള്ള 45ഓളം ലൈസൻസുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടിവരും. ഇതിൽ ഒരു ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ പാർക്ക് തുറക്കാനാകില്ല. പല വമ്പന്മാരും ഈ മേഖലയിലേക്ക് കടന്നുവരാൻ മടിക്കുന്നതിന്റെ കാരണം ഇതാകാമെന്ന് അരുൺ പറയുന്നു.